നമസ്കാരം. 1 PM ന്യൂസിലേക്ക് വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കൂടുതൽ ചിത്രം പുറത്ത്. മെമന്റോ കൊടുക്കാൻ പോയി എന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ, കോൺഗ്രസ് MP ആന്റോ ആന്റണി എന്നിവരെ SIT ചോദ്യം ചെയ്യും. പ്രതികൾ മൊഴിയിൽ പറഞ്ഞതിനേക്കാൾ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നാണ് VSCയിലെ ശാസ്ത്രീയ പരിശോധനയിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങിനായി വീട്ടിൽ ഒരു തവണ മാത്രം പോയി എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം പറഞ്ഞത്. എന്നാൽ സന്ദർശനം ഒരു വട്ടം മാത്രമല്ലെന്ന് ഇന്ന് പുറത്തുവന്ന ചിത്രം വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രമാണ് ഇത്. ചിത്രത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം ഇങ്ങനെ: പോറ്റിയുടെ സഹോദരി മകളാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഒരു മൊമെന്റോ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിട്ട് അതിങ്ങനെ പ്രസിദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാന് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു 15,000 വീടുകളിലെങ്കിലും പോയി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജയിച്ചെന്നൊക്കെ പറയുന്നതായിട്ട് കുട്ടികൾക്ക് മൊമെന്റോ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു കുട്ടി ജയിച്ചെന്നറിഞ്ഞാൽ ഒരു മൊമെന്റോയുമായി കൃത്യമായിട്ട് വീട്ടിൽ പോയിരിക്കും. കുട്ടികൾ ജയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും SIT ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയാൻ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാനും SIT നീക്കമുണ്ട്. ഇതിനിടെ SIT അന്വേഷണത്തെ വിമർശിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്തെത്തി. SITയെ അട്ടിമറിക്കാനാണ് ശ്രമമെന്നും തന്നെ ചോദ്യം ചെയ്യുകയല്ല മൊഴിയെടുക്കുകയാണ് ചെയ്തതെന്നും അടൂർ പ്രകാശ്. എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ ഇന്നലെ സമയം കണ്ടെത്തി അവിടെ പോയത്. ആ സമയം കണ്ടെത്തി പോയി അവരെ എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുകയുണ്ടായി. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾ നൽകിയ മൊഴി തെറ്റെന്ന് തെളിയിക്കുന്നതാണ് VSSCയിലെ അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം. പ്രതികൾ മൊഴി നൽകിയതിനേക്കാൾ സ്വർണം കവർന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതുൾപ്പെടെ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിക്ക് കൈമാറും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാൻ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അനുമതി തേടും. 24 തിരുവനന്തപുരം. തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ED. ആന്റോ ആന്റണിക്ക് 2019 2 കോടി കൈമാറിയെന്ന് ധനകാര്യ സ്ഥാപന ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലിലാണ് അന്വേഷണം. പണം എന്തിനുപയോഗിച്ചെന്ന് ആന്റോ ആന്റണി വ്യക്തമാക്കണമെന്ന് CPIM-ഉം BJP-യും ആവശ്യപ്പെട്ടു. ആന്റോ ആന്റണിക്ക് ഒരു ഈടുമില്ലാതെ 2 കോടി കൈമാറിയെന്നായിരുന്നു NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെയാണ് EDക്ക് മുന്നിലേക്ക് ആന്റോ ആന്റണി എത്തുന്നത്. കൈമാറിയ തുക തട്ടിപ്പിലൂടെ ലഭിച്ചതാണോ എന്ന അന്വേഷണമാണ് ED നടത്തുക. NM രാജുവിനെ ചോദ്യം ചെയ്ത ശേഷമാകും MBA നോട്ടീസ് നൽകി വിളിപ്പിക്കുക. ആന്റോ ആന്റണിക്കെതിരെ ഉയർന്ന ആരോപണം രാഷ്ട്രീയായുധമാക്കുകയാണ് CPIM. 2 കോടി രൂപ എങ്ങനെ വാങ്ങി എന്നത് വ്യക്തമാക്കേണ്ടത് ഇനി ആന്റോ ആന്റണിയാണ്. കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വീടില്ലാണ്ടാണ് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിലല്ല എങ്കിൽ കള്ളപ്പണമാണ്. മടക്കി കൊടുത്തതും അക്കൗണ്ട് സംവിധാനത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു പരിശോധന വേണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി NM രാജുവിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ പണം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കണം. ആന്റോ ആന്റണിയുടെ ബംഗളൂരുവിലെ ഭൂമി ഇടപാടുകൾ പരിശോധിക്കണമെന്ന് CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനും തീരുമാനമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്തിനാണ് 2 കോടി രൂപയെന്ന ചോദ്യവുമായി BJP നേതാവ് K സുരേന്ദ്രനും രംഗത്ത്. പാർലമെന്റ് മത്സരിക്കാൻ 90 ലക്ഷം രൂപയാണ്. ഞാനും ആ തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ച ആളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 90 ലക്ഷം രൂപയാണ് ചെലവഴിക്കാൻ അന്ന് അധികാരം ഉണ്ടായിരുന്നത്. ഈ 2.5 കോടി എന്തിന് ചെലവഴിച്ചു? വാങ്ങിയ പണം മടക്കി നൽകിയെന്നായിരുന്നു MPയുടെ ഇന്നലത്തെ മറുപടി. എന്നാൽ എത്ര വാങ്ങിയെന്നതിൽ വ്യക്തത വരുത്തിയില്ല. കേസിൽ NM രാജുവിന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള 44.5 കോടി രൂപയുടെ സ്വത്തുക്കൾ ED മരവിപ്പിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. NSS നിസ്സഹരണത്തിന് പിന്നാലെ ഐക്യനീക്കം ഉപേക്ഷിച്ച് SNDP യോഗവും. ഐക്യം ഇപ്പോൾ വിഷയമല്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. മൂന്നാമതും LDF അധികാരത്തിൽ വരാൻ സാധ്യതയെന്നും BJPക്ക് വോട്ട് ശതമാനം കൂടുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇതിനൊന്നും മറുപടി ഇപ്പോൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് മാധ്യമ വിചാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാധ്യത നല്ലതുപോലെ തെളിഞ്ഞു നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാ അവസാന രൂപവും ഭാവവും സ്ഥാനാർത്ഥി നിർണ്ണയവും എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊരു എങ്ങനെ ഉരുത്തിരിയുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു പൂർണ്ണ രൂപം നമുക്ക് കിട്ടണമെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം
അതുപോലെ ഓരോ പാർട്ടികളും അതിനകത്തുള്ള പങ്കാളിത്തങ്ങൾ ഇതൊക്കെ കൂടെ മനസ്സിലാക്കിയ ശേഷമേ നമുക്കൊരു അഭിപ്രായം പറയാനുള്ളൂ. പക്ഷെ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണ സംതൃപ്തനാണ്. മൂന്നാമതും വരാനുള്ള സാധ്യത ഏറെയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. വോട്ടുത്സവം. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ സ്വീകരിക്കുമെന്ന പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കടന്നാക്രമിച്ച CPIM. കോലീബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്ററാണ് വി ഡി സതീശനെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നടിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട തന്റെ പരാമർശത്തിൽ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്കെതിരെ മുതിർന്ന CPIM നേതാവ് AK ബാലനും രംഗത്തെത്തി. അതാ പറയുന്നത് 40 കൊല്ലം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം പറയാണ്, നുണ പറയുക എന്നുള്ളതാണ്. നുണ പറയുന്ന രോഗമാണ് ഈ വി ഡി സതീശന്. ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ്, നുണരോഗം. കോലീബി സഖ്യാണ് മുമ്പ്, ഇപ്പോഴതിൻ്റെ ഒരു പുതിയ പതിപ്പ്. അതിൻ്റെ ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും കൂടി ചേർന്നാൽ ആ ചേരുന്ന 4 എന്ന് പറഞ്ഞാൽ കോലീബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിൽ മുസ്ലിം ലീഗിന്റെ പ്രതികരണം എന്തെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്ന വി ഡി സതീശന്റെ പ്രതികരണത്തിലാണ് CPIM രംഗത്തെത്തിയത്. ഇതിനിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശത്തിൽ പാർട്ടിയിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്കെതിരെ മുതിർന്ന CPIM നേതാവ് AK ബാലൻ മറുപടിയുമായെത്തി. പണ്ടൊക്കെ പാർട്ടി നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും അതിനൊപ്പം നിൽക്കും. ഇപ്പോൾ അങ്ങനെയല്ലെന്നും AK ബാലൻ. എല്ലാ പാർട്ടി മെമ്പർമാരും അനുഭാവികളും വർഗഭോജന സംഘടനകളും രംഗത്ത് വരണം. പണ്ടെന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എതിരായിട്ട് പറയാൻ പറ്റില്ല. ഈ പാർട്ടി മെമ്പർമാരും അതുപോലെ തന്നെ അനുഭാവികളും ഇതങ്ങ് ഏറ്റെടുക്കും. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് വെള്ളപൂശുന്നുവെന്നാണ് BJP വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഭരണം നേടാനാണ് UDFന്റെ നീക്കമെന്നും BJP നേതാവ് K സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. വി ഡി സതീശന്റെ ജമാഅത്തെ പരാമർശത്തിൽ മറ്റ് UDF നേതാക്കൾ പ്രതികരിക്കാത്തതും ചർച്ചയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം കൊല്ലപ്പെട്ടത് ജൈനമ്മ തന്നെയെന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് നീക്കം. ശാസ്ത്രീയ തെളിവുകളും DNA പരിശോധനാ ഫലവും കോടതിയിൽ എത്തിയതിനെ തുടർന്നാണ് നടപടി. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സെബാസ്റ്റ്യൻ മാത്രമാണ് ഏക പ്രതി. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ജൈനമ്മയെ കൊന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. കൂടാതെ ഫോറൻസിക് പരിശോധനാ ഫലവും DNA പരിശോധനാ ഫലവും കോടതിയിലെത്തിയെന്നാണ് വിവരം. 1 മാസം മുൻപാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ മറ്റു കേസുകളിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഈരാറ്റുപേട്ടയിലെ ഒരു കടയിൽ വെച്ച് സെബാസ്റ്റ്യൻ ഉപയോഗിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ചേർത്തലയിലെ വീട്ടിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം കത്തിക്കരിഞ്ഞ നിലയിൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെടുത്തു. ഒപ്പം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായക വിവരങ്ങളും ലഭിച്ചു. 2024 ഡിസംബർ 23-നാണ് ജൈനമ്മയെ കാണാതാകുന്നത്. ധ്യാനം കൂടാനായി പോയ ജൈനമ്മ തിരികെ എത്തിയില്ലെന്നായിരുന്നു ബന്ധുക്കൾ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി. തുടർന്ന് കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. 24 കോട്ടയം. ഏകീകൃത കുർബാനയെ ചൊല്ലി ഡൽഹിയിലും തർക്കം. ഡൽഹി ടാഗോർ ഗാർഡനിലെ നിർമ്മല ഹൃദയ പള്ളിയിലാണ് കുർബാനക്രമത്തിലെ മാറ്റത്തിൽ ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയത്. വിശ്വാസികൾക്ക് എതിർപ്പുണ്ടായിട്ടും ഫരീദാബാദ് അതിരൂപത കുർബാനയിൽ മാറ്റം വരുത്തി എന്നാണ് ആക്ഷേപം. സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി രൂപതയിൽ ആരംഭിച്ച കുർബാന തർക്കം ഡൽഹിയിലും ആവർത്തിക്കുകയാണ്. ഏകീകൃത കുർബാനയെ ചൊല്ലിയാണ് ഭിന്നാഭിപ്രായം. ജനാഭിമുഖ കുർബാന വേണ്ടെന്നും ഏകീകൃത കുർബാന വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഡൽഹിയിൽ വിശ്വാസികൾ പ്രതിഷേധിച്ചത്. രാവിലെ പള്ളിയിലെത്തിയ ഒരു വിഭാഗം വിശ്വാസികൾ കുർബാന ബഹിഷ്കരിച്ചു. വികാരിയോട് ഞങ്ങൾ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ ഒരു കാരണവശാലും കുർബാന തടസ്സപ്പെടുത്താനോ അതിനെതിരോ നിൽക്കുകയോ ഇല്ല. ഞങ്ങൾക്ക് തക്സയിൽ പറയുന്ന കാര്യങ്ങളും ഞങ്ങളുടെ പാരമ്പര്യവും അനുസരിച്ച് ഇത്രയും നാൾ നടന്നിരുന്ന പരിശുദ്ധ ബലിയർപ്പണം അതേ രീതിയിൽ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും സിനഡ് ആ പറയുന്ന പരിശുദ്ധ ബലിയർപ്പണം അതേ രീതിയിൽ കിട്ടുക, അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്.
വിശ്വാസികൾക്ക് എതിർപ്പുണ്ടായിട്ടും ഫരീദാബാദ് അതിരൂപത കുർബാനയിൽ മാറ്റം വരുത്തിയെന്നും വിശ്വാസികൾ ആരോപിച്ചു. പ്രശ്നപരിഹാരത്തിന് ഫരീദാബാദ് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് പരന്നിക്കുളങ്ങര നേരിട്ടിടപെടണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. 24 ഡൽഹി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രതിപക്ഷ ആരോപണം ചെറുക്കാൻ താഴെത്തട്ടിൽ പ്രചാരണത്തിന് BJP. കരാറിലൂടെ കർഷകർക്കും തൊഴിലാളികൾക്കും ലഭിക്കുന്ന നേട്ടങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനാണ് നീക്കം. കരാർ കർഷക വഞ്ചനയാണെന്ന് ആരോപിച്ച് സംയുക്ത കിസാൻ മോർച്ച രംഗത്തെത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ തുടക്കം മുതൽ കർഷക സംഘടനകൾ എതിർപ്പറിയിച്ചിരുന്നു. ക്ഷീര കർഷകരെ അടക്കം പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചായിരുന്നു എതിർപ്പ്. കരാർ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെയുള്ള കർഷക സംഘടനകൾ ഇതിനെതിരെ രംഗത്തെത്തിയത്. ഈ സാഹചര്യത്തിലാണ് കർഷകരുടെയും തൊഴിലാളികളുടെയും ആശങ്ക പരിഹരിക്കാൻ BJP ഒരുങ്ങുന്നത്. കരാറിലൂടെ രാജ്യത്തെ എല്ലാ വിഭാഗത്തിലെയും ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ താഴെത്തട്ടിൽ പ്രചരിപ്പിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർ കൃത്യമായ മറുപടി നൽകണം. കരാർ നേട്ടങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വീഡിയോകൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താനാണ് BJP നീക്കം. കേന്ദ്ര സർക്കാർ നേരത്തെ കൊണ്ടുവന്ന 3 കർഷക നിയമങ്ങൾക്കെതിരെ കർഷക സംഘടനകൾ നടത്തിയ പ്രതിഷേധം ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. വ്യാപാര കരാറിനെതിരെയുള്ള കർഷക സംഘടനകളുടെ എതിർപ്പ് രമ്യമായി പരിഹരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ഇന്ത്യ-US വ്യാപാര കരാറിനെതിരെ ഈ മാസം 12-ന് സംയുക്ത കിസാൻ മോർച്ച പൊതുപണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് മുമ്പാകെയുള്ള പൂർണ്ണ കീഴടങ്ങലാണ് എന്നായിരുന്നു സംയുക്ത കിസാൻ മോർച്ചയുടെ വിമർശനം. 24 ഡൽഹി.